വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്കാണ് മാർച്ച്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് കൊല്ലത്തും KSEB ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം നടന്നിരുന്നു. അവിടെ യുവമോർച്ചയാണ് പ്രതിഷേധിച്ചത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ്. ചിറ്റൂരിൽ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്കാണ് ഈ പ്രതിഷേധം. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ. ഇക്ബാൽ, ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം? ചിറ്റൂരിലെ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് ഈ ഓഫീസ് പരിസരത്തേക്ക് വലിയ രീതിയിൽ പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി രംഗത്തേക്ക് എത്തുകയായിരുന്നു. ഉടൻ തന്നെ പ്രതിഷേധക്കാരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ സംഘർഷത്തിലേക്ക് ഏർപ്പെട്ടു. ബാരിക്കേഡ് മറിച്ചിട്ട് ഈ ഓഫീസ് പരിസരത്തേക്ക് തള്ളിക്കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പക്ഷെ പിന്നീട് ഈ പ്രവർത്തകരെല്ലാവരും കൂടി ഈ ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കയറാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പല ആളുകളും തൊട്ടപ്പുറത്ത് തന്നെ ചിറ്റൂർ പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷനെ മതിൽ ഉൾപ്പെടെ കയറി മന്ത്രിയുടെ ഓഫീസ് പരിസരത്തേക്ക് ഓടി കയറാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. നിലവിൽ പ്രവർത്തകർ മുദ്രാവാക്യം വെച്ചുകൊണ്ട് അതുപോലെ തന്നെ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളും ഇപ്പോഴും ഈ മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പോലീസ് ഇവരെ ചെറുക്കാൻ വേണ്ടി വലിയ രീതിയിൽ ഒരു സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഈ പ്രതിഷേധ മാർച്ച് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ബാരിക്കേഡ് മുകളിലും അതുപോലെ തന്നെ ചിറ്റൂർ പോലീസ് സ്റ്റേഷന്റെ മതിലിന് മുകളിലും കയറുന്ന ഇപ്പോഴും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മന്ത്രിയുടെ ചിറ്റൂരിലെ ഓഫീസ് ഉള്ളത്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ ഏതാനും പ്രവർത്തകർ പ്രതി ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതാനും പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മന്ത്രിയുടെ ഓഫീസ് പരിസരത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസ് ഭാഗത്തേക്ക് ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇപ്പോൾ പോകാൻ ശ്രമിക്കുന്നു. അവരെ പോലീസ് തടഞ്ഞ് ഇപ്പോൾ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രവർത്തകർ പോലീസുമായി വീണ്ടും സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. പ്രവർത്തകർ മുഴുവൻ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമമാണ്. ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സമാന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് തുടരെ പ്രതിഷേധ സമരങ്ങളുമായി കോൺഗ്രസ് രംഗത്തേക്ക് എത്തുന്നത്. അതായത് വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരം നടത്തുന്നത്. ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി അദാനിക്ക് ഈ വൈദ്യുതി പവർ പർച്ചേസ് രംഗത്തേക്ക് കൃത്യമായ ഒരു സ്പേസ് ഒരുക്കി കൊടുക്കാൻ വേണ്ടി വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തുന്ന നാടകങ്ങളാണ് ഇത്തരത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് നടത്തുന്നതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. പോലീസ് അതുപോലെ തന്നെ പോലീസിന് നേരെ പ്രവർത്തകർ മുഴുവനും തിരിയുന്നു. പോലീസിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൽ പോലീസുമായി കയറുന്നു. സംഘർഷത്തിലേക്ക് തന്നെ മാറ്റി നടന്നിരിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രവർത്തകർ പോലീസും തമ്മിൽ വലിയ രീതിയിൽ ഉണ്ടാകുന്നു. ഈ ചിറ്റൂർ ഗോപാൽ മാറിക്കും